कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 143. രുക്മിണിയുടെ വിവാഹ വിളംബരത്തോടെ വിദർഭ ഉത്സവഹർഷത്തിൽ മുങ്ങി. തെരുവുകളെല്ലാം പുതിയ നിറക്കൂട്ടുകളിൽ തിളങ്ങി. വഴിയിലാകെ കൊടിതോരണങ്ങൾ ഇളം കാറ്റിൽ ചിത്രശലഭങ്ങൾ എന്നതുപോലെ പറന്നുയർന്നു. മംഗളധ്വനികളാൽ നഗരം മുഖരിതമായി. വിദർഭ കന്യകമാർ കൈകാലുകൾ ചെമ്പഞ്ഞിച്ചാറിനാൽ ചുവപ്പിച്ച് നീൾമിഴികളിൽ അഞ്ജനം ചാർത്തി മംഗളചിഹ്നങ്ങൾ പതിപ്പിച്ച ഉത്തരീയങ്ങൾ ചുഴറ്റി കിലുങ്ങുന്ന മുത്തുമണികൾ നിറഞ്ഞ പാദസരങ്ങളുടെ പൊട്ടിച്ചിരി സ്വരത്തോടെ നൃത്തമാടി. ബ്രാഹ്മണർ പ്രത്യേക യാഗങ്ങളും പൂജകളും തുടങ്ങി. വിവാഹത്തിൽ പങ്കെടുക്കാനായി ശ്രീകൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഭീഷ്മകൻ അവരെ ഭക്തി ബഹുമാന പുരസരം സ്വീകരിച്ചു. അവർക്കായി ഒരു കൊട്ടാരമൊരുക്കി. എന്നാൽ ബലരാമനോടും ശ്രീകൃഷ്ണനോടുമൊപ്പം ദ്വാരകയിൽ നിന്നും യാദവസേനയുടെ പ്രമുഖരും എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ രുക്മിയും കൂട്ടരും സംശയഗ്രസ്തരായി. ചേദിരാജാവായ ദമഘോഷൻ തന്റെ പുത്രൻ ശിശുപാലന്റെ വിവാഹവേള ഉത്സവം പോലെയാക്കാൻ വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ചേദിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നൃത്തവാദ്യ കോലാഹലത്തോടെ ചതുരംഗപ്പടയുമായാണ് ദമഘോഷനും കുടുംബവും വിദർഭയിലെത്തിയത്. അവരെ ഭീഷ്മകൻ പ്രത്യേകമായി കെട്ടിപ്പടുത്ത സൗധങ്ങളിൽ താമസിപ്പിച്ചു. ശിശുപാലന്റെ സുഹൃത്തുക്കളായ നിരവധി അസുരന്മാരും അവിടെ എത്തിയിരുന്നു. കൃഷ്ണനും കൂട്ടരും അവിടെ വന്ന കുഴപ്പമുണ്ടാക്കിയാൽ നേരിടാൻ അവർ തയ്യാറായിരുന്നു. അവരും പല കൊട്ടാരങ്ങളിൽ താമസമാക്കി. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് വിവാഹഘോഷയാത്ര കണ്ടുനിന്നിരുന്ന നഗരവാസികൾ അറിഞ്ഞു. കൃഷ്ണനെ കണ്ട് രുക്മിണിക്ക് അനുരൂപനായി മറ്റാരുമില്ലെന്ന് അവർ പരസ്പരം പറഞ്ഞു. ശ്രീകൃഷ്ണനെ ശത്രുവായി കാണുന്ന ശിശുപാലനാകട്ടെ ഇത് യുദ്ധതുല്യമായ വിജയലഹരി തനിക്ക് നൽകും എന്ന് ആലോചിച്ചുറപ്പിച്ചു. ത്രിലോകസുന്ദരിയായ രുക്മിണി തന്നെ പരിണയിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ വേണമെന്നും ശ്രീകൃഷ്ണന്റെ മുന്നിൽ വെച്ചു വേണം രുക്മിണി തന്നെ വരിക്കേണ്ടത് എന്നും അത് കണ്ട് ശ്രീകൃഷ്ണൻ അപമാനിതനാകുന്നത് തനിക്ക് കാണണമെന്നും ശിശുപാലൻ രുക്മി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ അറിയിക്കുകയും ചെയ്തു. ഭീഷ്മക രാജാവിനെ തന്റെ പുത്രിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണെങ്കിൽ പോലും ശ്രീകൃഷ്ണൻ വിദർഭ സന്ദർശിച്ചത് വളരെയധികം സന്തോഷമുണ്ടാക്കി. വിലപിടിച്ച രത്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും പാലും തേനുമൊക്കെയായാണ് അദ്ദേഹം ശ്രീകൃഷ്ണനെയും ബലരാമനെയും സന്ദർശിച്ചത്. വരന്റെ ഭാഗത്തുനിന്ന് വന്ന ആൾ എന്നു കരുതി അദ്ദേഹം രുക്മി ശിശുപാലന്റെ അതിഥികൾക്കായി എത്തിയിട്ടുള്ളവരുടെ സുഖസൗകര്യങ്ങൾക്കായി ഏർപ്പെടുത്തിയിരുന്ന കൊട്ടാരത്തിലേക്കാണ് അവരെ കൊണ്ടുപോയത്. ഉപചാരങ്ങൾക്ക് ശേഷം അദ്ദേഹം തൊഴുകൈകളോടെ ഇങ്ങനെ പറഞ്ഞു: എന്റെ മകളുടെ വിവാഹവേളയിൽ അനുഗ്രഹിക്കാനായി അങ്ങെത്തിയല്ലോ. അവൾ തീർച്ചയായും ദീർഘസുമംഗലിയായി തന്നെ ഭവിക്കും. ഇത് കേട്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അക്കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു ഭയവും വേണ്ട. അങ്ങയുടെ പുത്രി ദീർഘസുമംഗലിയായിരിക്കുക തന്നെ ചെയ്യും. വിവാഹം ഏറ്റവും മംഗളകരമായി കന്യകയ്ക്ക് ഏറ്റവും മനസന്തോഷത്തോടെ നടത്താൻ തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേട്ട ബലരാമനാകട്ടെ യാതൊന്നും പറയാതെ ശ്രീകൃഷ്ണന്റെയും ഭീഷ്മകന്റെയും സംസാരം നോക്കിയിരുന്നു. അദ്ദേഹം പോയ ശേഷം ബലരാമൻ ഇങ്ങനെ ചോദിച്ചു: കൃഷ്ണ, വലിയൊരു യുദ്ധം തന്നെ ഇവിടെ വേണ്ടിവരും. കാരണം ശിശുപാലന്റെ സുഹൃത്തുക്കളായ ജരാസന്ധൻ, സാൽവൻ, ദന്തവക്രൻ, വിദൂരഥൻ, പൗണ്ഡ്രകൻ എന്നിവരെല്ലാം സ്വന്തം സൈന്യത്തോട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഭീഷ്മക രാജാവിനെ രുക്മിണിയെ നിനക്ക് തന്നെ വിവാഹം ചെയ്തു തരാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നിവർക്കെല്ലാം അറിയാവുന്നതാണ്. രുക്മിണിയാകട്ടെ സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ അന്തപുരത്തിലുമാണ്. നാളെയാണ് വിവാഹമുഹൂർത്തം. എന്താണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്?
ഇത് കേട്ട ശ്രീകൃഷ്ണൻ ഇങ്ങനെ പ്രതിവചിച്ചു: എന്ത് തന്നെയാണെങ്കിലും വിദർഭ രാജകുമാരിയെ ഒപ്പം കൂടാതെ നമ്മൾ മടങ്ങുകയില്ല. കുറെ കാലമായി ഞാനും രുക്മിണിയിൽ അനുരക്തനായിരുന്നു. നാരദ മഹർഷി അവളെപ്പറ്റി എന്നോട് വളരെ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് അവളുടെ മുഖം മനസ്സിലുണ്ട്. സ്വർണ്ണ നിറമുള്ള രൂപവും പൂനിലാവ് പോലുള്ള മന്ദസ്മിതവും സകലരോടും ദയാവായ്പ തിളങ്ങുന്ന കണ്ണുകളുമൊക്കെ എനിക്കുള്ളിൽ കാണാൻ കഴിയും. അതുല്യമായ സ്വഭാവഗുണമുള്ള രുക്മിണിയെപ്പറ്റി നാരദ മഹർഷിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല. ഇതെല്ലാം കേട്ട് അവളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അവളെ എനിക്ക് കന്യാദാനം ചെയ്യണമെന്ന് കന്യകയുടെ പിതാവും ആഗ്രഹിച്ചിരുന്നു. അത് വളരെ ഉചിതമാണെന്ന് നാരദ മഹർഷി എന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവളുടെ ജ്യേഷ്ഠൻ രുക്മി ശിശുപാലനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സ്വേച്ഛയാ തീരുമാനമെടുത്തത്. കന്യകയ്ക്കും പിതാവിനും എന്നിലാണ് താൽപ്പര്യം. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ എന്റെ അനുരാഗം വേണ്ടെന്ന് വെക്കുന്നത്? എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും രുക്മിണിയെ കൂടെ കൂട്ടാം എന്ന് തന്നെ തീരുമാനിച്ച് അവർ ദ്വാരകയിലേക്കുള്ള പാതകളും മടങ്ങുന്ന വഴിയിൽ സൈന്യങ്ങൾ എത്തിയാൽ നേരിടാനുള്ള മാർഗങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്നു. അതേസമയം രുക്മിണിയാകട്ടെ താൻ അയച്ച ദൂതൻ വഴി ഒരു വിവരവും കിട്ടാതെ ദുഃഖിതയായിരുന്നു. വിദർഭയിലാകെ അരങ്ങേറുന്ന ആഘോഷങ്ങളിൽ യാതൊരു താൽപ്പര്യവും രാജകുമാരി പ്രദർശിപ്പിച്ചതേയില്ല. ഓരോ മംഗളാരവവും കുമാരിക്ക് അപായമടുത്തു എന്നറിയിക്കുന്ന ശബ്ദഭേരിയായി തോന്നി. രുക്മിണി വേവലാതിയോടെ ഇങ്ങനെ ചിന്തിച്ചു: കൃഷ്ണനെ തന്റെ സന്ദേശം ലഭിച്ചിട്ടില്ലായിരിക്കുമോ? അതോ ആ സന്ദേശം കേട്ട് അദ്ദേഹം എന്നെ അവജ്ഞയോടെയോ പുച്ഛത്തോടെയോ നോക്കിയിട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരു ക്ഷത്രിയ കന്യക ആദ്യമായി പ്രണയം തുറന്നു പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ ആയിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഇങ്ങോട്ട് വരുന്നത് എന്ന് കരുതിയിട്ടുണ്ടാവുമോ? അതോ എന്റെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് മറ്റു വല്ല വിഘ്നവും വന്നു ചേർന്നിട്ടുണ്ടാവുമോ? ദൂതനായ ബ്രാഹ്മണൻ ചെന്നപ്പോൾ അദ്ദേഹം ദ്വാരകയിൽ ഇല്ലായിരുന്നെങ്കിലും മറ്റേതെങ്കിലും യാത്രയിലായിരുന്നെങ്കിലും ആ സന്ദേശം അദ്ദേഹത്തിന് കിട്ടുകയില്ലല്ലോ. ഈശ്വരന്മാർ എന്നെ ഈ ഭൂമിയിലെ സകല സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ദുഃഖിതയാക്കി തീർക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഈശ്വരപൂജ എത്ര ശ്രദ്ധയോടെയാണ് ഞാൻ ചെയ്തത്! ശ്രീപരമേശ്വരനെയും ശ്രീപാർവതിയെയും മംഗല്യലബ്ധിക്കായി എത്രയോ കാലമായി ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി കണ്ണീർ വാർത്തുകൊണ്ട് ഇരിക്കുമ്പോഴും പ്രാർത്ഥനയോടെ രുക്മിണി സ്വയം സമാധാനിപ്പിച്ചു: ഇല്ല, ഇനിയുമുണ്ട് ഏറെ നിമിഷങ്ങൾ. ഏതെങ്കിലും ഒരു നിമിഷം അദ്ദേഹം ഇവിടെ വരിക തന്നെ ചെയ്യും. ഇനി അതല്ല, വരുന്നില്ല എന്നാണെങ്കിൽ തന്നെയും ആ നിമിഷം വരെയും പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഏറ്റവും അവസാന നിമിഷം പ്രാണത്യാഗം ചെയ്യുന്നതല്ലേ ഉചിതം? അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്താൽ അതിനുശേഷമാണ് അദ്ദേഹം വരുന്നതെങ്കിൽ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുക? പതിയായി സ്വയം വരിച്ച അദ്ദേഹത്തിൽ വിശ്വാസമില്ലായിരുന്നു എന്നല്ലേ കരുതുക? അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യാം. അങ്ങനെ തിരിച്ചും മറിച്ചും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പതിയെ ദൂരെ നിന്നും വരുന്ന ബ്രാഹ്മണ ദൂതനെ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്തെ മന്ദഹാസം കണ്ടപ്പോൾ തന്നെ നല്ല വാർത്തയുമായാണ് വരുന്നത് എന്ന് രുക്മിണിക്ക് ഉറപ്പായി. തോഴിമാരെയെല്ലാം ഏതെല്ലാം തരത്തിൽ മാറ്റി അദ്ദേഹത്തിന്റെ അരികിലേക്ക് അവൾ ഓടിയെത്തി. സാധാരണയുള്ള വധുക്കൾ ചെയ്യുന്നതുപോലെ ബ്രാഹ്മണനിൽ നിന്നും അനുഗ്രഹം തേടുന്നു എന്നേ കണ്ടുനിന്നവർ ധരിച്ചുള്ളൂ. ബ്രാഹ്മണന്റെ മന്ദഹാസം തന്നെ രുക്മിണിയുടെ മനസ്സിൽ പ്രതീക്ഷ ഉണർത്തി. എങ്കിലും മുഖഭാവം കൊണ്ട് എന്താണ് കൃഷ്ണന്റെ മറുപടി എന്ന് ചോദിച്ചു. അനുഗ്രഹം നൽകുന്നതിനിടെ തന്നെ ബ്രാഹ്മണൻ തനിക്കൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ നഗരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് സ്വരം താഴ്ത്തി അറിയിച്ചു. പിന്നീട് താൻ ദ്വാരകയിൽ എത്തിയതും കവാടത്തിൽ വെച്ച് തന്നെ കാവൽക്കാരായ സൈനികർ തന്നെ പ്രതീക്ഷിച്ചാൽ എന്നതുപോലെ കൂട്ടിക്കൊണ്ടുപോയതും എല്ലാം വേഗത്തിൽ അറിയിച്ചു. ഏറെ കാലമായി ശ്രീകൃഷ്ണനും രുക്മിണിയിൽ അനുരക്തനായിരുന്നു എന്നും
ഇതിനെക്കുറിച്ചോർത്ത് നിദ്ര പോലുമില്ലാതെയാണ് കഴിയുന്നത് എന്നും മറുപടി പറഞ്ഞതുമൊക്കെ അറിയിച്ചു. അങ്ങനെ വിദർഭകുമാരി ഇനി എന്തു തന്നെ സംഭവിച്ചാലും തന്നെ തന്റെ പ്രിയതമൻ രക്ഷിച്ചുകൊള്ളും എന്ന ഉറപ്പോടെ പാർവതീദേവിയെ ദർശിക്കാനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. സർവമംഗല്യദായിനിയായ ദേവിയുടെ മുന്നിൽ ദേവദേവനായ ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ വിധിപ്രകാരം ദേവീദർശനം കഴിച്ച് പൂജയുമർപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്ന് വേഗം പുറത്തിറങ്ങി വന്ന കുമാരിയെ പാതക്കിരുവശവും നിന്നവർ നിർധനർ നിധിയെ എന്ന പോലെ നിർനിമേഷം നോക്കി നിന്നുപോയി. ആ സൗന്ദര്യാതിരേകം അവരെ മായാധീനരാക്കി. രുക്മിണിക്കകമ്പടിയായി വന്ന സേനാംഗങ്ങൾ പോലും ആ മോഹവലയത്തിലായിപ്പോയി. ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും സഞ്ചരിച്ച ഭടന്മാർ രുക്മിണീ രൂപം കണ്ട് മോഹിച്ച് ഭൂമിയിൽ പതിച്ചു. പെട്ടെന്നാണ് ഇത്രയും കാലം ആരുടെ രൂപം മനസ്സിൽ സൂക്ഷിച്ചാണോ കുമാരി പൂജ ചെയ്തുകൊണ്ടിരുന്നത് ആ ദിവ്യരൂപം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മിന്നൽ വേഗത്തിൽ മുന്നിൽ വന്നു നിന്ന വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ രുക്മിണിക്ക് മുന്നിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷീഭവിച്ചു. രുക്മി എന്തുകൊണ്ടാണ് അത്ര കാലം താൻ യുവരാജാവായി വാണ വിദർഭരാജ്യം വെടിഞ്ഞുകളഞ്ഞത്? ആ കഥ നാളെ.